നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ഹാജരാക്കണമെന്ന് ഹൈക്കോടതി. ഡിസംബർ 6-ന് കേസ് ഡയറി ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം. ഡിസംബർ 9-ന് കേസിൽ വിശദവാദം കോടതി കേൾക്കും. ADM നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയം ഉന്നയിച്ച ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും അന്വേഷണം CBIക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയവും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഒക്ടോബർ 15-ന് രാവിലെ 8 മണിക്ക് കളക്ടറേറ്റ് ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു മരിച്ചതായി അറിയിച്ചത്. എന്നാൽ വീട്ടുകാർ എത്തും മുൻപേ പോലീസ് തിടുക്കപ്പെട്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് സംശയകരമാണ്. ഇൻക്വസ്റ്റിനെ ഉറ്റ ബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന നിയമം ലംഘിക്കപ്പെടുകയാണ് ചെയ്തത്. നവീൻ ബാബുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ സംഭവങ്ങൾ. കൂടാതെ യാത്രയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബുവിനെ ആരെല്ലാം സന്ദർശിച്ചു എന്നത് കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. നവീൻ ബാബു ഉണ്ടായിരുന്ന കളക്ടറേറ്റ് പരിസരത്തെയും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലെയും റെയിൽവേ സ്റ്റേഷനിലെയും CCTV ദൃശ്യങ്ങളിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാകും. എന്നാൽ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം ഈ CCTV ദൃശ്യങ്ങളൊന്നും പിടിച്ചെടുത്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നവീൻ കോഴ വാങ്ങിയെന്നാരോപിച്ച് പെട്രോൾ പമ്പ് അപേക്ഷകൻ മുഖ്യമന്ത്രിക്ക് അയച്ചതായി പറയുന്ന കത്ത് കെട്ടിച്ചമച്ചതാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. PP ദേവിയുടെ പങ്കിനെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം സമഗ്രമായ അന്വേഷണം നടത്തിയിട്ടില്ലെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. വകുപ്പ് തല പരിപാടി മാത്രമായിരുന്നു നടന്നത്. നവീൻ ബാബുവിന്റെ യാത്രയപ്പിൽ യോഗം തുടങ്ങിയ ശേഷം ജില്ലാ പ്രസിഡന്റ് PP ദിവ്യ അതിക്രമിച്ച് കയറുകയായിരുന്നു. യോഗത്തിൽ അവർ നവീൻ അഴിമതിക്കാരനാണെന്നും പതിവായി കോഴ വാങ്ങുന്ന ആളാണെന്നുമുള്ള വ്യാജ ആരോപണം ഉന്നയിച്ചു. ഇത് റെക്കോർഡ് ചെയ്യാൻ ക്യാമറമാനെയും കൊണ്ടുവരികയും ഈ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലയിലെ ജീവനക്കാർക്കടക്കം ഈ ദൃശ്യങ്ങൾ അയച്ചുകൊടുത്തു. എന്നാൽ അന്വേഷണ സംഘം അന്വേഷണം നടത്തിയില്ല. അതിൽ പറയുന്നത് എന്താണ്? അന്വേഷണം എന്ന് പറയുന്നത് പ്രഹസനമാണ്. ആ SIT രൂപീകരിച്ചത് പോലും ഒരു ഓർഡർ പോലും ഇല്ല, ഒരു ഉത്തരവ് പോലും ഇല്ല, വാക്കാലാണ്. അവരാരെയാണ് ചോദ്യം ചെയ്തത്? അവർ ഈ പറയുന്ന കൈക്കൂലി അവർ അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഒരു കുറ്റമുണ്ടായി എന്ന് സ്ഥാപിക്കുന്നതിനേക്കാൾ പ്രധാനമായി ഇദ്ദേഹം അഴിമതിക്കാരനായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് പോലീസ് ചെയ്യുന്നത്. ഇദ്ദേഹം കൈക്കൂലി ചോദിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജരേഖ ഉണ്ടാക്കിയവരെ കുറിച്ച് ഒരു അന്വേഷണമില്ല, അവരെ ചോദ്യം ചെയ്യുന്നില്ല. കള്ള ഒപ്പിട്ട് കൊടുത്ത ആളെക്കുറിച്ച് അയാളെ ഒരു അന്വേഷണമില്ല, അയാളുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമില്ല, അയാൾക്കെതിരായി യാതൊരുവിധ നടപടിയില്ല. മാത്രമല്ല, പാർട്ടി സെക്രട്ടറി നവീൻ ബാബുവിൻ്റെ വീട്ടിൽ പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും അദ്ദേഹം സ്വന്തം ഭാര്യയെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും ചെയ്ത് CPMന്റെ ഇരട്ടത്താപ്പ് കാണിച്ചു. വ്യക്തിയല്ല, പാർട്ടി സെക്രട്ടറിയാണ് ഇത് ചെയ്തത്. പാർട്ടി സെക്രട്ടറി പോയി കുടുംബത്തോടൊപ്പമാണെന്ന് പറയുകയും പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ പോയി പ്രതിയെ ജയിലിൽ സ്വീകരിക്കുകയും ചെയ്ത വിരോധാഭാസമാണ്. അപ്പോൾ അവർ ഗൗരവതരമായ വീഴ്ചകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിനകത്ത് ഈ മരണത്തിന് ശേഷം പ്രതിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഇതൊരു കൊലപാതകമാണോ എന്ന് പോലും കുടുംബം സംശയിക്കുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ അകത്ത് ഞെട്ടിക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇതിൻ്റെ അകത്ത് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഈ കള്ളക്കളി അവസാനിപ്പിച്ചു. കുടുംബം ആവശ്യപ്പെടുന്നത് പോലെ CBI അന്വേഷണത്തിന് സർക്കാർ കോടതിയിൽ സമ്മതിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അങ്ങനെയായിരുന്നു. അത്തരം വിഷയങ്ങൾ വന്നാൽ കുടുംബം ആവശ്യപ്പെട്ടാൽ സർക്കാർ കോടതിയിൽ CBI അന്വേഷണത്തിന് സമ്മതിക്കുന്ന സ്ഥിതിയാണ്. ഇത് വളരെ അപകടകരമായ ഒരു ട്രെൻഡാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്രയും കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു മരണമുണ്ടായിട്ട് കേരളം മുഴുവൻ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നോക്കി നിൽക്കുമ്പോഴും ഇവിടെ ആരെ രക്ഷിക്കാനാണ് ഗവൺമെൻറ്റും പോലീസും ശ്രമിക്കുന്നത്? ഇവിടെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് വേട്ടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് വലിയ ദുരൂഹതകളുണ്ട്. ഈ പ്രോപ്പർട്ടി ആരുടേതാണ്? ഈ പമ്പ് ആരുടേതാണ്? കോടിക്കണക്കിന് രൂപ മുടക്കി ഈ പമ്പ് തുടങ്ങാനുള്ള ശേഷി, സാമ്പത്തിക ശേഷി ഇയാൾക്കില്ല, പ്രശാന്തനില്ല. ഇപ്പം പ്രശാന്തൻ ആരുടെ ബിനാമിയാണ്? അതാണ് ചോദ്യം. ആരുടെ ബിനാമിയാണ് എന്നതാണ് ചോദ്യം. അന്വേഷണം യഥാർത്ഥത്തിൽ നടന്നാൽ
ആ ബിനാമി ഏർപ്പാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരും. ഇത് വലിയ സാമ്പത്തിക ഇടപാടാണ് ഇതിൻ്റെ പുറകിൽ നടന്നിരിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ആളുടെ ബിനാമിയായിട്ടാണ് ഈ പ്രശാന്തൻ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ദിവ്യയെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. നിവർത്തികേടുകൊണ്ട് കോടതി സമ്മതിക്കാതിരുന്നത് കൊണ്ട് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടും ദിവ്യയെ സാന്ത്വനിപ്പിക്കാൻ, ദിവ്യയെ പ്രീതിപ്പെടുത്താനാണ് ഈ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയൊക്കെ പോയത്. അപ്പോൾ ദിവ്യക്ക് കുറേ രഹസ്യങ്ങളാണ് പ്പെടുത്തുമോ എന്നുള്ള പേടി പാർട്ടിയുടെ നേതാക്കന്മാർക്കുണ്ട്. CPM എത്രമാത്രം ജീർണത നേരിടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സർക്കാർ സാധാരണക്കാരായ മനുഷ്യർക്ക് എത്രമാത്രം നീതി നിഷേധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. PP ദിവ്യ മാത്രമാണോ, അല്ലെങ്കിൽ PP ദിവ്യ ഇതിലൊരു ബലിയാടാക്കി മാറ്റിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട്? അല്ല, അതൊക്കെ അന്വേഷണം നടത്തേണ്ട കാര്യമാണ്. PP ദിവ്യ എന്തായാലും ഇടപെട്ടിട്ടുണ്ട്. PP ദിവ്യയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. അതിനുശേഷം ക്യാമറയും കൊണ്ട് വന്ന് അത് മുഴുവൻ പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ അപമാനിച്ചതൊക്കെ ശരിയാണ്. അതെല്ലാം ആർക്കു വേണ്ടിയായിരുന്നു എന്ന് കൂടി അന്വേഷിക്കണം.